പ്രേമ നമസ്കാരം. നമസ്കാരം. പ്രേമേ, നമ്മുടെ ഈ ട്രംപ് പിന്നെ അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റായി വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയുമായി ഒരു ഭയങ്കര സ്നേഹബന്ധമൊക്കെ ആയിരുന്നു. അതെ അതെ, ഭയങ്കര അടുപ്പമായിരുന്നു. അതെ. നമ്മുടെ നരേന്ദ്രമോദി ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് അദ്ദേഹം ആ അടുപ്പത്തിനെ മുഖവിലേക്ക് എടുത്തിരുന്നു, കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അതെ. ഇപ്പോൾ അധികാരത്തിൽ വന്നു കഴിയുന്ന ട്രംപ് കാണിക്കുന്നത് തീർത്തും ചെറ്റത്തരമല്ലേ? അങ്ങനെ തന്നെ പറയണം. അല്ല, അങ്ങനെ പറയാൻ എന്തുണ്ടായി? അത് പറയാനുള്ള കാരണം ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവിയൊക്കെ വിളിച്ച് നല്ല ബിരിയാണിയോ ചൂട് ചോറോ എന്തൊക്കെയോ കൊടുക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയാണ്, അപ്പം നമുക്ക് അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. അതെ, ഇന്ന് ട്രംപിന്റെ പിറന്നാളാണ്, 79ാമത് പിറന്നാൾ. അപ്പൊ ചോറ് മാത്രമല്ല, ചിലപ്പോൾ പായസം കൂടി ഉണ്ടാവും. പിറന്നാൾ സദ്യയല്ലേ, നമ്മളെ അല്ലേ? അതെ, അത് അസീം മുനീറുടെ കോരി കൊടുക്കുമ്പോൾ അത് നമ്മുടെ അണ്ണാക്കിലോട്ട് ഒഴിക്കുന്നത്. അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതായത് അമേരിക്ക ഇപ്പോൾ കാണിച്ചത് നമ്പർ 1 ചെറ്റത്തരമാണ്. ചതിക്കുകയാണ് ചെയ്തത് ഇന്ത്യയെ സംബന്ധിച്ച്. അതായത് നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. പാകിസ്ഥാനിൽ വലിയ ഭീകര കേന്ദ്രങ്ങളുണ്ട്, അത് നമ്മൾ ആക്രമിച്ച് തരിപ്പണമാക്കി. ഭീകരതയ്ക്കെതിരെ, അത് അതിർത്തി കടന്ന ഭീകരവാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, മറ്റ് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോലും ആ പ്രശ്നമുണ്ട്. മെക്സിക്കോയിൽ എന്തുകൊണ്ടാണ് ട്രംപ് വലിയ മതിൽ കിട്ടിയത്? അതിർത്തി കടന്നുള്ള ആൾക്കാർ കയറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്യാമ്പയിൻ നടത്താനാണ് ഇന്ത്യ പ്രതിനിധി സംഘങ്ങളെ അയച്ചത്. തീർച്ചയായിട്ടും ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ശശി തരൂരാണ് ഏറ്റവും നല്ല പ്രതിനിധി സംഘം. അതെ, ശശി തരൂരാണ് അമേരിക്കയിൽ ചെന്നത്. ഇത് വലിയ രീതിയിൽ സംസാരിച്ചു. ഇന്ത്യയുടെ നിലപാടുകൾക്ക് അവിടെ വലിയ സ്വീകാര്യത കിട്ടി. അവിടെയുള്ള സെനറ്റർമാരുമായിട്ട് ഇന്ത്യൻ സംഘം ആശയവിനിമയം നടത്തി. അപ്പോൾ നമ്മൾ എന്താ ധരിക്കുന്നത്? അമേരിക്ക നമുക്കൊപ്പമാണ്, ഉറപ്പല്ലേ? കാര്യം ഇന്ത്യ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകരവാദത്തെ തേനും പാലും കൊടുത്ത് വളർത്തുന്ന ഒരു രാഷ്ട്രമാണ്. ഭീകരവാദത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇപ്പൊ ഇന്ത്യക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെപ്റ്റംബർ 11 ഭീകരാക്രമണം ഉണ്ടായത് അമേരിക്കയിലാണ്. ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകളിലൊന്നാണ് അമേരിക്ക. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഭീകരവാദത്തിനെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രത്തെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളൊരു ഒരു സാമാന്യ മര്യാദ അത് അമേരിക്ക കാണിക്കണമായിരുന്നു. പക്ഷെ അത് നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. കൂടെ നിന്നുകൊണ്ട് പണിയുന്നു. അതെ അതെ, ഈ മറ്റേ ബാഹുബലി സിനിമയിൽ കട്ടപ്പ ചെയ്ത മാതിരി പുറകിൽ നിന്ന് കുത്തുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ പരിപാടിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തേക്കുന്നത്. ഈ അസീം മുനീർ ഇപ്പോൾ വെറും അവിടുത്തെ സൈനിക മേധാവി മാത്രമല്ല, അയാൾ അവിടെ ഫീൽഡ് മാർഷലാണ്. ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം ജയിച്ചു, അതുകൊണ്ട് അയാൾക്ക് ഈ പദവി കൊടുക്കുന്നു എന്നാണ് അവിടുത്തെ. അല്ല, അതാണ് പറഞ്ഞ ഫീൽഡ് മാർഷൽ എന്ന് അവർ പറയും, നമ്മൾ അയാളെ ഫെയിൽഡ് മാർഷൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവിടെ അസീം മുനീറിന് ഈ പദവി കൊടുത്തു ഇരിക്കുന്നു? കാര്യം ഒരു ചോദ്യം ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ഇടയ്ക്ക് കാണാതെ പോയെന്നുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞു. അതെ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇയാൾ പാകിസ്ഥാൻ ഇല്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇയാൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒളിച്ചു കിടന്നു. അത് മാത്രമല്ല, ഇയാൾ മറ്റ് രാജ്യങ്ങളുടെ പോയി, അതായത് ഔദ്യോഗിക വിമാനം എടുത്ത് മറ്റ് രാജ്യങ്ങളിൽ പോയി അവരുടെ കാലേ വീഴുകയായിരുന്നു. ഇന്ത്യ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കൂ, ഞങ്ങളെ ആക്രമിക്കരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറയാനായിട്ട് ഇയാൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു മതപണ്ഡിതന്റെ മകനാണല്ലേ ഇദ്ദേഹം? അതെ, ഇയാൾ കടുത്ത അതായത് ഒരു സൈനിക മേധാവി എന്നതിനേക്കാൾ ഉപരി ഇയാൾ സംസാരിക്കുന്ന ഒരു മത നേതാവിൻ്റെ ഭാഷയാണ്. കടുത്ത വർഗീയ പരാമർശങ്ങൾ, ഇന്ത്യക്കെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇയാളുടെ പ്രേരണയിലാണ് ഈ പറയുന്ന പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായെന്നത് പോലുമാണ് ഇന്ത്യ കരുതുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എടുത്ത് ഫീൽഡ് മാർഷൽ ആക്കിയെങ്കിൽ അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, അവിടെ ഒരു സൈനിക അട്ടിമറി മണക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ തൃപ്തിപ്പെടുത്തി നിർത്തേണ്ടത് ഇയാളുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ തോറ്റ അമ്പിയ ഇയാളെ പിടിച്ച് അമേരിക്കയുടെ ആവശ്യമാണ്. അതായത് ഈ പറയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ജനാധിപത്യമില്ല, അവിടെ എപ്പോഴും പട്ടാളത്തിനാണ് മുഖ്യ പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ പറയുന്ന അമേരിക്കയുടെ സൈന്യത്തിൻ്റെ 250ാമത് വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ അതിൻ്റെ കൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ 79ാമത് പിറന്നാളും. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, കാര്യം പൊളിറ്റിക്കലി മനസ്സിലാക്കാം. ഇത് പാകിസ്ഥാൻ സൈനിക മേധാവിയെ, അവിടുത്തെ ഫീൽഡ് മാർഷലെ വിളിക്കണമെങ്കിൽ അവരിപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അവിടുത്തെ പട്ടാളത്തിന് തന്നെയാണ്. പാകിസ്ഥാനിൽ ഒരു ഭരണ നേതൃത്വത്തെക്കാളും പ്രാധാന്യമുള്ള പട്ടാള മേധാവിയാണ്. വലിയ താമസമില്ലാതെ അയാൾ ചിലപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ആയേക്കും. ഒരു സൈനിക അട്ടിമറി പാകിസ്ഥാനെ സംബന്ധിച്ച് മുഷാറഫല്ല, അതിനു മുമ്പും ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് പാകിസ്ഥാനെ സംബന്ധിച്ച് അതൊന്നും വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അമേരിക് വരാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇപ്പോഴേ ഒരു സ്വീകരണം ഒരുക്കി എന്ന് വേണമെങ്കിൽ ഈ അവസരത്തിൽ കരുതാം. ഇനി ഇയാളുടെ വരവിൻ്റെ ഉദ്ദേശം, ഇയാൾ വരുന്നത് മാത്രമല്ല, ഇയാൾ ഇന്ന് അവിടുത്തെ അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഇയാൾക്ക് ഇന്ന് ഉച്ചയൂണുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇയാൾക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പിറന്നാളായതുകൊണ്ട് ചിലപ്പോൾ ഒരു പായസവും കൂടി കാണും, അടപ്രഥമൻ തന്നെ ആയിക്കോട്ടെ, അതും കൂടി ഉണ്ടാവും. ഈ പറയുന്ന കക്ഷി ഇതിന് ശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതിനുശേഷം ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത്, ഇത്രയും പേരുമായിട്ട് ഔദ്യോഗിക കൂടിക്കാഴ്ചകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് അസീം മുനീർ എന്നുള്ള ചോദ്യം ഈ അമേരിക്കയുടെ സെൻട്രൽ ഡിഫൻസ് കമാൻഡ്, സൈന്യത്തിൻ്റെ സെൻട്രൽ ഡിഫൻസ് കമാൻഡിൻ്റെ മേധാവിയായ മൈക്കൽ കുർല എന്ന് പറയുന്ന സൈനിക മേധാവിയും ഈ പറയുന്ന അസീം മുനീറും ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരേ പദവി വഹിക്കുന്ന രണ്ട് പേരെന്ന നിലയിലുള്ള, അതിനേക്കാളും വലിയ വ്യക്തിബന്ധത്തിൽ വലിയ സുഹൃത്തുക്കളാണ്. ഈ രണ്ടുപേരും കഴിഞ്ഞ 2 വർഷത്തിനിടെ 3 തവണ ഔദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ കൂടെ താല്പര്യപ്രകാരമാണ് അസീം മുനീർ ഇപ്പോൾ അമേരിക്കയിലോട്ട് വരുന്നത്. ഈ അസീം മുനീർ വന്നിട്ട് വെറുതെ കൈയും വീശി വരികയല്ല, അയാൾക്ക് ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിലവിൽ ഇന്ത്യയിൽ നിന്ന് കുറേ അടി വാങ്ങിക്കൂട്ടി അവരുടെ സൈനിക ഉപകരണങ്ങളൊക്കെ പാടെ തീർന്നിട്ടുണ്ട്. അവർക്ക് പുതിയ എയർ ഡിഫൻസ് സിസ്റ്റം വേണം. അമേരിക്കയിലെ പാട്രിയറ്റ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തണം. പുതിയ യുദ്ധവിമാനങ്ങൾ കിട്ടുമെങ്കിൽ അതും, കുറച്ച് മിസൈൽ കൂടി ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ ബോണസായിട്ട് കിട്ടുമെങ്കിൽ അതും കൂടി വേണം ഇവർക്ക്. ഇത് വെറുതെ വാങ്ങിച്ചാൽ പറ്റില്ലല്ലോ, അത് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ആളെയും കൂടെ തരാൻ. അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് സാധനം ഡംപ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്ഥലം വേണമല്ലോ. അല്ല, എന്നാലും പ്രേമം അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ആളെയും കൂടെ വേണ്ടി വാങ്ങിച്ചു. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ ഇവർ ചൈനയിൽ നിന്ന് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചു വെച്ചു. അത് മെയ്ഡ് ഇൻ ചൈനയുടെ ഗുണം കാണിച്ചു. അപ്പൊ ചൈന അത് ഈ പറയുന്ന ചൈനയോട് ഇവർ പരാതിയും കൊണ്ട് ചെന്നു, നിങ്ങൾ പറഞ്ഞു പറ്റിച്ചില്ലേ? അപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞ മറുപടി, അത് പണിയാൻ അറിയാനെന്നെ പണിയാൻ കൊടുക്കണം, നിങ്ങൾക്ക് പണി അറിയത്തില്ല, അതുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ ഇതേപോലെ ഇതെല്ലാം വാങ്ങാൻ കൂടെ പോയിരിക്കുന്നു. അതെ, ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് കണ്ട ചാത്തം പണി കാണിക്കാനുള്ള പരിപാടിയാണ് പോണത്. എന്തും ആയിക്കോട്ടെ. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, നമ്മുടെ കേരളത്തിലെ കിഫ്ബി ഇല്ലേ, വിദേശ നിക്ഷേപം സമാഹരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം. സമാന മാതൃകയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ദരിദ്ര രാഷ്ട്രമാണ്, സമ്പത്തില്ല. അവർക്ക് ഈ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ഇതേപോലെ വിദേശ ഫണ്ട് സമാഹരണത്തിന്റെ ഒരു സംവിധാനമുണ്ട്. അതിലേക്ക് അമേരിക്കയിൽ നിന്ന് നിക്ഷേപം എടുക്കണം. ഇതൊക്കെയാണ് ഇയാളുടെ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. അതിന്റെയും കൂടെ ആവശ്യം കൂടെ അല്ല, ഇനി കഥ തീർന്നില്ല, കഥ മുഴുവൻ പറയട്ടെ. അതായത് ഈ അസീം മുനീർ അമേരിക്കയിലോട്ട് സന്ദർശനത്തിന് വരുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഇന്ത്യയിൽ കടുത്ത പ്രതിഷേധം ഉണ്ടായി. ഇവിടുത്തെ പ്രതിപക്ഷം സടകുടഞ്ഞെഴുന്നേറ്റു. കാര്യം ഇന്ത്യയുടെ നയതന്ത്രത്തിൽ ഗുരുതരമായ പാളിച്ച പറ്റി. കാര്യം ഇത്ര വലിയ ക്യാമ്പയിൻ നടത്തിയിട്ട് അമേരിക്ക ചതിച്ചു, നമ്മുടെ നയതന്ത്രത്തിൽ വലിയ പാളിച്ച പറ്റി, ഗുരുതര പിഴവ് എന്ന രീതിയിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ വൈറ്റ് ഹൗസ് ഈ വാർത്ത അങ്ങ് നിഷേധിച്ചു. അസീം മുനീറിനെ ആരും ക്ഷണിച്ചിട്ടില്ല. കാര്യം 250ാമത് സൈനിക വാർഷികമാണ്, അവിടെ വലിയ പരേഡൊക്കെ നടക്കും, ഈ വേദിയിലേക്ക് ലോക നേതാക്കളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് വൈറ്റ് ഹൗസ് അപ്പോൾ പറഞ്ഞത്. അപ്പൊ അസീം മുനീർ ചമ്മി. അസീം മുനീർ തയ്യാറാക്കി വെച്ച പെട്ടി മടക്കി വെച്ചു എന്നാണ് വീണ്ടും വാർത്തകൾ. പക്ഷെ അങ്ങനെയല്ല, അസീം മുനീറിനെ ക്ഷണിച്ചിരുന്നു. അയാൾ ഇതിനോടകം തന്നെ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേടാണ്. കാര്യം നമ്മൾ ഇത്രയും വലിയൊരു നയതന്ത്ര നാണക്കേടാണ്. ഇത്രയും വലിയൊരു നയതന്ത്ര സംഘത്തേക്ക് അയച്ചു, ശശി തരൂരിനെ പോലൊരു ടീം ചെന്ന് സംസാരിച്ചു, നമ്മളെ സ്വീകരിച്ചു, അല്ലെ, നമ്മൾ പറയുന്നത് കേട്ടു, ഒക്കെ ചെയ്ത് അവസാനം ഏറ്റവും വലിയൊരു കാട്ടുകള്ളനെ വിളിച്ച് കോഴി ബിരിയാണിയൊക്കെ കൊടുത്ത് സദ്യ ഫീൽഡ് മാർഷൽ. ഏതായാലും ഇതിന്റെ അനന്തരഫലം ഇന്ത്യ അറിയിക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും. നമ്മുടെ ഭരണതലത്തിൽ തന്നെ ട്രംപിനെ അമേരിക്കയെ നമ്പണ്ട എന്നുള്ളത് അടിവരയിട്ടിന് പറയാം. നരേന്ദ്രമോദി വെറുതെ ഇരിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നല്ലൊരു ടീമാണല്ലോ ഉള്ളത്, അല്ലേ? നമുക്ക് നോക്കാം, കാത്തിരിക്കാം.